കേരളം പോലത്തെ ഒരു കലക്ടിവിസ്റ്റ് കൾച്ചറുള്ള ഒരു സ്ഥലത്ത് നമ്മുടെ അമ്മമാരാണ് ഫുഡും മുതൽ ഫിനാൻസ് ഫീലിങ്സ് വരെ മാനേജ് ചെയ്യുന്നത്. ഇവിടെ സംഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം, ഇങ്ങനെ ഒരു സൊസൈറ്റിയിൽ നിന്ന് ഒരു സ്ത്രീയും പുരുഷനും കല്യാണം കഴിക്കാൻ തീരുമാനിക്കുമ്പം അവിടെ വരുന്ന ഒരു വലിയൊരു പ്രശ്നം, ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ചിട്ട് ഡിവോഴ്സ് അല്ലെ അങ്ങനെ പല കാര്യങ്ങൾക്കും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ബാധിക്കുന്ന ഒരു കാര്യമാണ് മാമാസ് ബോയ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്. സി വാട്ട് ഹാപ്പൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കല്യാണം കഴിഞ്ഞ് വരുമ്പം പുരുഷന്മാർ പലപ്പോഴും വളരെ ജെന്യൂൻ ആയിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഐ കാൺട്ട് ഹേർട്ട് മൈ മദർ. സോ ദ വൈഫ് അപ്പം ചിന്തിക്കുന്നത്, സോ യു തിങ്ക് യു ക്യാൻ ഹേർട്ട് മീ എന്നുള്ളതാണ്. ഈ ഒരു ടെൻഷനാണ് പലപ്പോഴും പിന്നീട് അങ്ങോട്ടുള്ള ഒരു വലിയ പ്രതിസന്ധികൾക്ക് കാരണമാകുന്നത്. കല്യാണം പോലെയുള്ള ഒരു സോഷ്യൽ കോൺട്രാക്ട് സൈൻ ചെയ്തു വരുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഈ പുരുഷന്റെ ഇമോഷണൽ ഇൻഡിപെൻഡൻസ് ഇല്ലായ്മ വളരെ വലിയ ഒരു ബുദ്ധിമുട്ടാണ് ടു സ്റ്റാർട്ട് എ ന്യൂ ഫാമിലി. സോ ഇത് പലപ്പോഴും നമ്മളെ നാട്ടിലുണ്ടാവുന്നത് രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ്. ഒന്ന് ലാക്ക് ഓഫ് ഇൻഡിവിജ്വേഷൻ. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾ എന്തെങ്കിലും തിരിച്ചൊരു വാക്ക് പറയുമ്പം അതിനെയാണ് ഇൻഡിവിജ്വേഷൻ എന്ന് പറയുക, അയാളുടെ വ്യക്തിത്വം അതില്ലാതാവുകയും, രണ്ടാമത് എൻമെഷ്മെന്റ് എന്ന് പറയുന്ന ഒരു സംഭവം, അതെന്ന് പറയുമ്പോൾ നമ്മളെ ഫാമിലിയിലുള്ള അംഗങ്ങൾ തമ്മിലുള്ള ബൗണ്ടറീസുകൾ വളരെ ബ്ലേർഡ് ആയിട്ട് വരികയും ചെയ്യുന്നതാണ്. സോ ദീസ് ടു പ്രോസസ് കോൺട്രിബ്യൂട്ട് മോസ്റ്റ് ഓഫ് ദ കേസസ് ഓഫ് ഡിവോഴ്സ് ആൻഡ് ഓൾ അതർ തിങ്സ് ഇൻ എ ഫാമിലി.